ബിരിയാണി തിന്നു കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾക്ക് മയക്കേൽക്കും. അപ്പൊ പഠിച്ചാലൊന്നും വെക്കൂല. അതാ ഞാൻ പറയണത്. അന്ന നമ്മളെ കജ്ജിൽ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഇനി ഇതിന്റെ കയ്യിൽ നിന്ന് കഴിച്ചിടാവൂല. ഒന്ന് പതിക്കോ ചെറുടെ ബാലാലജി. ഇപ്പൊ വരും എന്റെ വലിയമ്മ തുള്ളിക്കളിച്ചും കൊണ്ട്. എടി ജമീലോ, ജമീലോ എവിടെ ഇപ്പൊ? ഞാനേ ഈ കോഴിനപ്പ ശരിയാക്കി കൊണ്ട. ഇതിലെന്നേ ജീരകവും കുരുമുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് വെച്ചെന്നജ്. നാടൻ കോഴി തിന്നാനേ നല്ല പൂതിണ്ട്. എന്താ ജമീലോ ഇത്? ഞാനില്ല എന്നോട് ഇത് വെക്കാൻ പറയണത്. ഇമ്മന്നല്ലോ. അതന്നെ ഇപ്പൊ എന്റെ പേടി. നിങ്ങൾ വെക്കാൻ പറഞ്ഞിട്ട് ഞാനിത് വെച്ചിട്ടുണ്ടെങ്കിലേ എന്തിനാ വെച്ച് ചോദിച്ചിട്ട് ഇന്ന പേരെന്ന് പുറത്താക്കും ഉമ്മ. നീര് വെച്ചേരുവാണാവോ? ആ, നീരിന്റെ അടുക്കട് പോയാ മതി. നീര് തീരെ വെച്ചേരൂല. പിന്നെപ്പോ ഞാൻ ആരോടാ പറയാ? എന്താ അത്? ഉണ്ടാതിരുന്ന ചെക്കാടെ. ഞാനൊന്നും അങ്ങനെ ചെയ്യൂല. പിന്നെ ഇച്ചേ അമ്മാതിരി പേടിയൊന്നുമില്ലട്ടോ. കുൽസോ, എന്താ എനക്ക് പറ്റിയത്? അതല്ല കുൽസോ, ഇവന് എന്തുമാതിരി പൊടുന്നനുണ്ടായിരുന്ന കോഴിയാണ്. ഇപ്പൊ കാനൊക്കെ ഇങ്ങോട്ട് കുറഞ്ഞോന്ന് പൊക്കി നോക്കുമ്പോഴേ തീരെ കാനല്ല. അതല്ല കുൽസോ, ഞാൻ പറഞ്ഞതേ ഈ കോഴിക്ക് കോഴിത്തീറ്റൊന്നും കൊടുക്കണില്ലേ? തീരെ തൂക്കല്ലാന്ന്. ഇങ്ങനെ പോയി എങ്ങനെ ശരിയാവാ? കുൽസോ ഇത് തമാസേ. കോഴിയെ ഇത് നിലത്തേക്കന്നെ ഇറങ്ങിക്കോട്ടോ. എന്ത് കുൽസോ ഇജ്ജ് പറയുന്നത്? എന്താ ആരാ എന്നെ കാട്ടിയത്? ആ ജമീലോ, ചെറുചീരം കുരുമുളക് കഴിഞ്ഞിക്കണോ? ഇന്നെ കൊടുന്നേരേ. ഇനി പറ, എന്താ എന്റെ പ്രശ്നം? ഓന്റെ വാഴേ, അതിപ്പോ എങ്ങനെ അനക്ക് പ്രശ്നമായത്? അത് ശരിയാ കുൽസോ, ഞമ്മക്ക് എപ്പോഴും സമാധാനപരമായിട്ടുള്ള വർത്താനം നല്ലത്.
ആ നാശം പിടിച്ച പെണ്ണിനെ ഒക്കെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഓ, ഇതിനെയും കളിപ്പിച്ചോണ്ട് നടക്കുകയായിരിക്കൂലേ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ട്. വെറുതെ അല്ല അവൾക്ക് ഇത്ര താമസം. നീ ഇത്ര നേരം എവിടെയായിരുന്നടി? നിന്നോട് ഞാൻ കേട്ടിൽ നിന്ന് കോരിയാണോ കൊണ്ടുവരാൻ പറഞ്ഞേ? അല്ലല്ലോ. അത് ചെറിയമ്മ, ഞാൻ വേഗം കൊണ്ടുവരുന്നായിരുന്നു. ചീത്ത ചെറിയമ്മ. അയ്യോ കല്ലു വേണ്ട. ഡി, ആ പെണ്ണ് കൈയിട്ടിറക്കിയ വെള്ളമൊക്കെയാണോ എനിക്ക് നീ കുടിക്കാൻ കൊണ്ടുവരുന്നത്? വൃത്തിയില്ലാത്ത ആ പെണ്ണിന്റെ കയ്യിൽ തന്നെ നീ ഗ്ലാസ് കൊടുത്തോ? അയ്യോ കല്ലു, ആ ഗ്ലാസ് ഇങ്ങോട്ട് കാട്ടെ, എന്റെ കയ്യിലേക്ക് കാട്ടെ. ചെറിയമ്മ വഴക്ക് പറയുന്നു. ഇന്ന പിടിച്ചോ. ചീത്ത ചെറിയമ്മ. ഹേ, നാശം പിടിച്ച പെണ്ണ്. ഇതിനെ അങ്ങോട്ട് അയച്ചു വിട്ടേക്കാണോ ഇങ്ങോട്ടൊക്കെ? ഇത് ചെറിയമ്മ വെള്ളം. ഹോ, അവളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോഴും എത്ര സമയമായിന്നാ? അവളുടെ ഒരു മുഖം എപ്പോ നോക്കിയാലും വീക്കി കെട്ടിക്കൊണ്ടാ. ചെറിയമ്മേ, ജ്യൂസ് കൊണ്ടുവന്ന് തരട്ടെ? അതിനി പ്രത്യേകിച്ച് പറയണോ? കൊണ്ടുവാടി പോയിട്ട്. നിനക്കെന്ത് രണ്ട് കൈയിലും പിടിച്ച് കൊണ്ടുവന്നൂടായിരുന്നോ? മമ്മി, എനിക്ക് കൂടി ജ്യൂസ് എടുത്തോളാൻ പറയേ. ആ, എന്റെ മോളോനും നന്നായിട്ട് ഒരു ഗ്ലാസ് എടുത്തോ. എടുത്തു കൊണ്ടുവരാൻ ചെറിയമ്മ ഇപ്പൊ തന്നെ. ആ നാശം പിടിച്ച പെണ്ണിനെ കൂടി എന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയേക്ക്. ഹലോ, വാ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ചെറിയമ്മ, വെള്ളം കുടിക്കുന്നത് കാണണം. ഹോ, ഞാൻ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട് പോലും നിനക്ക് കൊതി കൂടണോടി? അയ്യോ കല്ലു, വാ, ചെറിയമ്മ വഴക്ക് പറയുന്നു. എന്താ ഇതില്? എന്താ മമ്മി? ഉപ്പ് വെള്ളം കുടിച്ചു ചെറിയമ്മ. കല്ലു, മമ്മി അവൻ ചിരിക്കുന്നു. മമ്മി ഛർദ്ദിക്കുന്നത് കണ്ടിട്ട്. അയ്യോ മമ്മി, എന്താ ഇത്? മമ്മിക്ക് പുറത്ത് പോയി ഛർദ്ദിച്ചൂടെ? എനിക്ക് പറ്റുന്നില്ല മോളു. മോളു, എനിക്ക് പറ്റുന്നില്ല മോളു. അയ്യോ, നാരിട്ട് പാടില്ല ഈ മമ്മിയുടെ ഒരു കാര്യം. അയ്യോ കല്ലു ചിരിക്കല്ലേ? ദേ, നീ എന്ത് വെള്ളാണ് എനിക്ക് തന്നത്? ഞാൻ നല്ല വെള്ളം തന്നു ചെറിയമ്മേ. ചെറിയമ്മക്ക് പിടിക്കാനിട്ടാവും. ഓ, നാരിട്ട് പാടില്ല. മമ്മി, അവൾ അതിലെന്തോ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മമ്മി ഇങ്ങനെ ഛർദ്ദിക്കില്ല. ദേ, സത്യം പറഞ്ഞോണം, നീ എന്തിനാ എനിക്ക് ഉപ്പിട്ട് വെള്ളം തന്നേ? അതെ, ഞാനാ ഉപ്പിട്ടെ. കല്ലു, കല്ലു ഉപ്പിട്ടെ. എന്തിനടി? എനിക്ക് പ്രഷർ കുറവാണെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? നാശം പിടിച്ച പെണ്ണിനെ അഴിച്ചങ്ങ് വിട്ടോളും. അയൽക്കാർക്ക് ശല്യമായി. ഓ മൈ ഗോഡ്, മമ്മി അവൾക്ക് ഇത്ര ധൈര്യമോ? ആ മുത്തും കൂട്ടി നിന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവളെങ്ങനെ ഉപ്പ് ഒറ്റക്കെടുക്കുന്നേ? എനിക്ക് നല്ല സംശയമുണ്ട്. അവളും കൂടി